ഇതാണ് കളികൾ ഉണ്ടാക്കിയിരുന്ന പുട്ട് ചേട്ടപ്പുട്ടാണ്. ചേട്ടപ്പുട്ട്, ചെറുപയർ കറി, പിന്നെ പപ്പടം, പഴം, ഇത്രയും കൂട്ടിയ നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടാം. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 10 ചെറുപയറാണ് ഞാൻ ഇട്ടത്. ഇപ്പോൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയപ്പോൾ ഇത്തിരി പൊന്തിയിട്ടുണ്ട് തോന്നുന്നു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളി ഇട്ട് കൊടുക്കുക, ഉള്ളി, ഇതെല്ലാം നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഡിഷായിട്ട് വരും. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂണാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് വെച്ചില്ലേ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം നമുക്ക് വേവിച്ച് ഉറക്കാനുള്ളതാണ്. ഇപ്പം കണക്ക് പറഞ്ഞാൽ ഒരു 1.25 കപ്പ് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടാകും. 1 കപ്പ് ചെറുപയറാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതെൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ, ഒഴിച്ച് കൊടുത്താൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ കൈ വെച്ച് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. കുക്കർ അടച്ച് വയ്ക്കാം. 4-5 വിസിലടിച്ചോടെ, കാരണം പയർ നന്നായിട്ട് വേണം. അപ്പോൾ 5 വിസിലൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഈ വിസിലടിക്കുന്നതിനുള്ളിൽ നമ്മൾ ഈ നാളികേരവും ജീരകം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരയണം, നന്നായി അരയ്ക്കണം കേട്ടോ. അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും കുക്കറിൽ കടന്ന് ചെറുപയർ വേണ്ടേ. നമ്മളിത് കുക്കർ തുറന്നു. അപ്പോൾ ഒന്നും കൂടി നന്നായി ഒന്ന് വെന്ത് കുഴയാനുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെ ചെറുപയർ അധികം വേവില്ലാത്ത ചെറുപയറാണെങ്കിൽ ഇപ്പോൾ 5 വിസിലടിക്കുമ്പോൾ തന്നെ അത് കുഴഞ്ഞിട്ടുണ്ടാവും. എന്നാലും കൂടി നമ്മളൊന്ന് മഗ് വെച്ചിട്ട് അതിനെ ഒന്നും കൂടി ഉടച്ചു കൊടുക്കുക. ഈ മഗ്ഗില്ലെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ ഗ്ലാസോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉടയ്ക്കാം. നന്നായി ഉടച്ചിട്ട് കളി ഉള്ളി തക്കാളിയൊക്കെ ഇങ്ങനെ മിക്സ് ആകുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ നാളികേരം അരയ്ക്കുമ്പോൾ ജീരകം, സ്പൂൺ ജീരകം ഇട്ട് അരയ്ക്കണം പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളക് കൂടി ഈ നാളികേരത്തിൻ്റെ കൂടെ ഇട്ടിട്ട് വേണം അരയ്ക്കാൻ. അരച്ചിട്ട് ആ മിക്സിയുടെ ജാറൊന്നും കഴുകിയിട്ട് കൊടുക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഇനി വേറൊരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു, അത് ചൂടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചില്ലേ കടുക്, 1 സ്പൂൺ കടുക് ഇട്ടില്ലേ, ആ കടുക് എന്തിരിക്കുക. ആ കറി വെട്ടാനാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചാൽ 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില കഴുകി വെച്ചിട്ട് ഇരിക്കുക. ഇത് ഗ്യാസൊന്ന് വെക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ട് ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചില്ലേ, അത് എനിക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ചെറിയ ഉള്ളിയാണ് ഇടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇടുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരു സവാളയാണ് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇടാറില്ല. വെളുത്തുള്ളി ഇടാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ 2 വെളുത്തുള്ളി